പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കർ മാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം, നമുക്ക് സർവീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ മാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈനിൽ കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. സംഭവം ഡിസ്പ്ലേ ഓണായി വരുന്നുണ്ട്. ഓൺ ഫങ്ഷൻ F0 എന്ന് പറയുന്നത് പാത്രം വെച്ച് നോക്കിക്കോട്ടെ. ഓക്കെ, പാത്രം വെച്ചിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാറ്റമില്ല. F0 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഫംഗ്ഷൻ ചേഞ്ച് ചെയ്താൽ F0 തന്നെയാണ്. F0 അല്ല, E0 കേട്ടോ, സോറി, E0-യിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇയുടെ ഒരു കഷ്ണം കാണുന്നില്ല, അതാണ് സംഭവിച്ചത്. E0 എറർ 0 ആണ് കാണിക്കുന്നത്. നമുക്ക് ഈ എറർ 0, മാക്സിൻ്റെ എറർ 0 എന്താണെന്ന് നോക്കാം. അത് അഴിക്കാം. അടിപൊളി, നിറച്ച് പാറ്റയൊക്കെ കയറി മൊത്തം അലമ്പാണ്. ജസ്റ്റ് ക്ലീൻ ചെയ്യാം. ബോർഡും കൂടെ കഴിക്കാം. പാറ്റ കവർ ലൈവായിട്ട് ഇതിനകത്ത് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാഴ്ചയിൽ എന്തെങ്കിലും കത്തിയോ കരിഞ്ഞിട്ടോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനൊന്നും കാണുന്നില്ല. കാഴ്ചയിൽ കംപ്ലൈൻറ്റുകളൊന്നും തന്നെ എന്താ പറയുക, എവിടെയും കത്തിയിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. അത് ഉണ്ടായിരുന്നതിനകത്തിപ്പോൾ പാറ്റ കയറിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒരു സൈഡിൽ നമുക്ക് ചെക്ക് ചെയ്ത് തുടങ്ങാം. ലൈനിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഈ പവർ സപ്ലൈ ഓണാണ്, കുഴപ്പം കാണുന്നില്ല. ബാക്കിയിൽ നമുക്ക് എറർ 0 ആണ് വന്നത്. എറർ 0 എന്ന് പറഞ്ഞാൽ മെയിൻ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. മെയിൻ ലൈനല്ല, ഇതിൻ്റെ DC വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അത് 300 വോൾട്ടോളുണ്ട്. 300 മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഒരു ഇതിൽ ശരിക്കും 2, 4, 6, 8 ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് റെസിസ്റ്റൻസുകൾ ഒരു 300 മുതൽ മുകളിലോട്ടുള്ള 300 ചില്ലറ വാല്യൂ അല്ലെങ്കിൽ 800 ചില്ലറ വാല്യൂ ഉള്ള ഹൈ വാല്യൂ റെസിസ്റ്റൻസുകൾ ഇതിനകത്തുണ്ട്. അത് ചിലപ്പോഴൊക്കെ ഓപ്പണായി പോകാറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഹൈ വാല്യൂ ആയി പോകും. അതിൻ്റെ നിലവിലുള്ള വാല്യൂവിൽ നിന്ന് ഹൈയിലേക്ക് പോകാറുണ്ട്. ഹൈ വാല്യൂ റെസിസ്റ്റൻസ് അധികം അങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇൻഡക്ഷൻ കുക്കറിൽ നോർമലി വരുന്ന കംപ്ലൈൻറ്റുകളിൽ നമ്പർ 1 എന്നൊക്കെ പറയാം ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഇഷ്യൂ. റെസിസ്റ്റൻസ് ഹൈ വാല്യൂ ആയി പോകുന്ന പരിപാടി. നമുക്കിതിൻ്റെയൊക്കെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എങ്ങനെയാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റാണോ വോൾട്ടേജ് വരുന്നത് അത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം.
1 വോൾട്ട് വരേണ്ട സ്ഥലമുണ്ട്, 0 വോൾട്ട് വരുന്ന സ്ഥലമുണ്ട്, വളരെ മൈന്യൂട്ട് വോൾട്ടേജുകളൊക്കെ വരേണ്ട റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ സൈഡിൽ കാണുന്ന 2 റെസിസ്റ്റൻസുകളുണ്ട്. അത് 300K റെസിസ്റ്റൻസാണ് ഇവിടെ ഉള്ളത്. 300K 2 എണ്ണം ഉണ്ട്. അതിൻ്റെ സെക്കൻഡറി പോകുന്നത് 300Kയുടെ 4 റെസിസ്റ്റൻസ് ഉണ്ട്. 2 പാരലായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു സംശയമുണ്ട്. പ്രൈമറിയിൽ റെസിസ്റ്റൻസിൻ്റെ മെയിൻ വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നിലുണ്ട്, ഇതിലുമുണ്ട്. ഹൈ ഉണ്ട്, ഇതിലുണ്ട്, അതിലുണ്ട്. അപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെ ഔട്ടിൽ ഒന്നും ഇല്ല, നോ വോൾട്ടേജ്, ഒന്നുമില്ല. നമുക്ക് ആ റെസിസ്റ്റൻസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടെ ഉള്ളത്. 330K ഉണ്ട്, 300K ഉണ്ട്. ഈ 330K റെസിസ്റ്റൻസാണ് പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ റെസിസ്റ്റൻസ് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെയുള്ളത് 330K എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നമുക്കൊരു ഡിജിറ്റൽ മീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് പോയതായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിപ്പോൾ മെഗാ ഓമിലാണോ ഉള്ളത്? ഇല്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 330, 330K ആണ്. 330K റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ വേറെ ഇട്ട് നോക്കാം. 330K റെസിസ്റ്റൻസ് കിട്ടിയില്ല. പകരം നമുക്ക് 270K ഉണ്ട്. 270K ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. 270K. ഈ ഇൻഡക്ഷൻ കുക്കർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 300 വോൾട്ട് വരുന്നതാണ്. പക്ഷേ കൈയൊക്കെ തട്ടി നമ്മൾ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൈ തട്ടിയാൽ നല്ല അടിപൊളി ഷോക്ക് കിട്ടും, നല്ല അടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ പണിയുന്നതിന് മുമ്പ് എന്താ പറയുക, വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കുക. എന്നിട്ട് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ വോൾട്ടേജ് എത്തിയിട്ടുണ്ട്, സെക്കൻഡറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടും അവിടെ വോൾട്ടേജ് എത്തിയിട്ടുണ്ട്, 1 വോൾട്ടോളം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് പാനലിൽ കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓൺ ഫങ്ഷൻ അപ്പോഴും എറർ 0 തന്നെയാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് പാത്രം വെച്ച് നോക്കാം. യെസ്, പാത്രം എടുക്കുന്നുണ്ട്, അത് കാണാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഈ എറർ 0 ആണ്. പക്ഷേ നിലവിൽ ആദ്യം എറർ 0 ആയിരുന്നു, പാത്രം എടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എറർ 0 ആണ്, പക്ഷേ പാത്രം എടുക്കുന്നുണ്ട്. കണ്ടോ, വാല്യൂ മാറിയില്ലേ? ഇപ്പോൾ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സീരിയൽ ബൾബിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നോക്കാനുള്ളത്
ഇത് വേറെ എന്തെങ്കിലും ഡ്രൈ സോൾഡറിങ് പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. എവിടെയും ഡ്രൈ സോൾഡറിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നീറ്റാണ്. പിന്നെ ഒന്നുള്ളത് ഇവിടെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടോ നോക്കാം. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അഴിച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ ഹീറ്റ് സിങ്കിലോട്ടൊക്കെ ഹീറ്റ് പ്രോപ്പറായി ട്രാൻസ്ഫർ ആകുള്ളൂ. എന്നാലേ ഇതിന് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇത് സാധാരണ ഇങ്ങനെ ഡ്രൈ ആയി പൊടിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം പാത്രത്തിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്യാനത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഇത്രയും അഴിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനലും കൂടെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഭയങ്കര പൊടിയും പാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇത് കണക്ട് ചെയ്ത് ഒന്നും കൂടെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ ഓണായിട്ടുണ്ട്. ഫാൻ ഓണായിട്ടുണ്ട്. എറർ 0 എന്ന് പറയുന്ന തന്നെയാണ് കാണിക്കുന്നത്. സാരമില്ല, പാത്രം എടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മളത് റെഡിയുണ്ട്. ഓക്കെ, പാത്രം എടുക്കുന്നുണ്ട്. സംഭവം സെറ്റാണ്. അപ്പോൾ നമുക്ക് ബോഡി സ്ക്രൂ കൂടിയിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഏകദേശം അല്ല, ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, മാക്സിൻ്റെ ഇൻഡക്ഷൻ കുക്കർ റെഡിയാക്കി. അതിൻ്റെ കംപ്ലയിൻറ്റ് എറർ 0 തന്നെയാണെന്ന് ഇതിൽ കാണിച്ചുകൊണ്ടിരുന്നത്. നിലവിൽ പാത്രം ഇല്ലെങ്കിലും എറർ 0 തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ പാത്രം എടുക്കുന്നുണ്ടായില്ല, ഹീറ്റ് ആവുന്നുണ്ടാവില്ല. അതായിരുന്നു കംപ്ലയിൻറ്റ്. പാത്രം എടുക്കുന്നുണ്ടായിരുന്നില്ല, ഹീറ്റ് ആവുന്നുണ്ടായില്ല, അതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ബോർഡ് ചെക്ക് ചെയ്തു. ബോർഡിൽ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മൾ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്ത് പോയി. പിന്നെ ഹൈ വാല്യൂ റെസിസ്റ്റൻസ്, നോർമലി ഒരു ഇൻഡക്ഷൻ കുക്കർ ബോർഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണപ്പെടുന്ന കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഹൈ വാല്യൂ റെസിസ്റ്റൻസിലേക്കാണ് ആദ്യം പോവുക. അപ്പോൾ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തു. അതിൽ ഒരു 330K റെസിസ്റ്റൻസ് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ നമ്മുടെ പാത്രം എടുക്കാതെ ആ പ്രശ്നം സോൾവായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം.